ഹായ്, ഇപ്പൊ നിങ്ങൾ 10th ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുന്നു. ഒരു സയൻസ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിങ്ങളുടെ കരിയർ ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ 11-12 ക്ലാസ്സുകൾക്ക് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും എൻട്രൻസ് എക്സാമുകൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ അതിനുവേണ്ടി നിങ്ങളിപ്പം ഡോക്ടർ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് ടെക്നോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ കയറാൻ നിങ്ങളെ സെലക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാമുകളാണ് നീറ്റ് JEE പോലെയുള്ള പരീക്ഷകൾ. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നീറ്റ് JEE എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമുകളുടെ പ്രിപ്പറേഷൻസ് ഇപ്പം നിങ്ങൾ 10th അല്ലെങ്കിൽ 10th ശേഷം നിങ്ങളുടെ ഓൺഗോയിങ് സ്കൂളിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്, നിങ്ങൾ +1 +2 പഠിക്കുന്ന ടോപ്പിക്സ് തന്നെയാണ് എക്സാമിന് വരുന്നത്. അതിൻ്റെ അതേ രീതികൾ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു കോച്ചിങ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ വർഷം തന്നെ, അതായത് നിങ്ങൾ +2 എക്സാം പാസ്സാകുന്ന വർഷം തന്നെ നിങ്ങൾക്ക് ആ പരീക്ഷ ക്രാക്ക് ചെയ്യാനും നിങ്ങൾ ഉദ്ദേശിച്ച ഡ്രീം കോളേജിൽ പഠിക്കാനും നിങ്ങളുടെ ഡ്രീം കരിയർ ചൂസ് ചെയ്യാനും സാധിക്കും. സോ അങ്ങനെ നിങ്ങളുടെ കരിയർ പാത്തിനെ ഏറ്റവും ഒരു ഫോർവേഡ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സൈലത്തിന്റെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് സൈലം ഇന്റഗ്രേറ്റഡ് സ്കൂളുകൾ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഇന്റഗ്രേറ്റഡ് സ്കൂൾസ്? ഇന്റഗ്രേറ്റഡ് സ്കൂളുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ നോർമൽ സ്കൂളിംഗ് പോലെ തന്നെ കൂടെ നിങ്ങൾ നീറ്റ് JEE കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങളുടെ ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഏതാണോ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. സോ ഈ സബ്ജക്റ്റുകളുടെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ +2 എക്സാമിന് അതിന് പഠിക്കാനുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഈ നീറ്റ് JEE ഫിസിക്സും കെമിസ്ട്രിയിലും മാത്സിലും ബയോളജിയുമുള്ള ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യും, വളരെ ഈസി ആയി തന്നെ പഠിച്ചു പോകും. സോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം ഈ വർഷവും നീറ്റിൻ്റെ IITൻ്റെയും റിസൾട്ടുകളിൽ സൈലത്തിൽ നിന്നുണ്ടായ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റിസൾട്ടുകൾ എന്ന് പറയുന്നത്. സോ ഈ സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് ബാച്ചുകളിൽ 100% സ്കോളർഷിപ്പോടെ നിങ്ങൾക്ക് പഠിക്കാൻ പുതിയൊരു അവസരം ഒരുങ്ങുകയാണ്. ഈ വരുന്ന 18-ന് നമ്മൾ നെസ്റ്റ് എക്സാം കണ്ടക്ട് ചെയ്യുകയാണ്. സോ നെസ്റ്റ് എക്സാം ഈസ് ബേസിക്കലി നിങ്ങൾ 8th, 9th, 10th സമയങ്ങളിൽ പഠിച്ച ടോപ്പിക്കുകളുടെ ബേസിൽ നിങ്ങളൊരു MCQ എക്സാം അറ്റൻഡ് ചെയ്യുകയാണ്. അതിന്റെ ബേസിൽ നിങ്ങളുടെ സ്കോറുകളെ ചൂസ് ചെയ്യുന്നു. അതനുസരിച്ച് നിങ്ങൾക്ക് സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ, അതായത് സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള അവസരം ഒരുങ്ങുകയാണ്. സോ ഈ അവസരം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു കരിയർ ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിനു വേണ്ടിയുള്ള കോമ്പറ്റീഷൻ ഇയർ ബൈ ഇയർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഓൾറെഡി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തില്ലെങ്കിൽ ശരിക്കും അത് എടുക്കാൻ 1000-ലധികം ആൾക്കാർ ചിലപ്പോൾ അതിന് മുന്നിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സൈലം നെസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ നെസ്റ്റിന്റെ കുറേ വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് ചാനലിൽ ഇടുന്നതാണ്. സോ ഈ വരുന്ന August 18-നാണ് എക്സാം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഈ വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 3:30 വരെയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സെന്റേഴ്സ് ഉണ്ടായിരിക്കും. സോ സെന്റേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും സിലബസും പ്രോപ്പർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ചെയ്യുന്നതാണ്. സോ see you all soon at Xylem Integrated Campus. Thank you.